ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഈ ഇൻട്രോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ ഈ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് റിബൺ, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ആകുമ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു ടൈപ്പിൽ നമ്മൾ കുറച്ച് റിബൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ വൂളൻ ത്രെഡാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു ഇയർ റിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു റിങ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു റിങ് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൂളൻ ത്രെഡ് ഇതേപോലെ ഇത് ഞാനിപ്പോൾ ഈ ചുറ്റിയെടുക്കുന്നത് നമ്മുടെ ടാഗ് ഉണ്ടല്ലോ, പ്രൈസ് ടാഗൊക്കെ വരത്തില്ലേ, ആ ഒരു സാധനത്തിലാണ് ഞാനത് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചുറ്റിയെടുത്ത് അതിന് അത്ര അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് ശേഷം അത് സെയിം ആ കളറിലെ നൂല് വെച്ച് തന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു മടങ്ങിയിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കറക്റ്റ് മിഡിലിൽ വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഈ മടങ്ങിയിരിക്കുന്ന പോർഷൻ നമ്മളൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു വെറൈറ്റി വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റും വേണം, ഗ്രീനും വേണം. അപ്പോൾ ഞാൻ രണ്ടും നമ്മുടെ ഈ പ്രൈസ് ടാഗിൽ തന്നെയാണ് ചുറ്റിയെടുക്കുന്നത്. ചുറ്റലിന് വേറെ അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര വലിപ്പം ആവശ്യമുണ്ടോ അത്രയും കൂടുതൽ ചുറ്റുകൾ എടുക്കുക. പിന്നെ കുറച്ച് കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിൽ അത് കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പ്രൈസ് ടാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളെല്ലാ കാര്യങ്ങളും എളുപ്പം ഈസിലി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കൈ വെച്ചിട്ട് നമ്മുടെ ഈ 4 വിരലിൻ്റെ അളവിൽ വെച്ചിട്ട് ഈ രീതിയിൽ ചുറ്റി കൊടുത്താലും മതി. നമ്മൾ ഈ പ്രൈസ് ടാഗൊക്കെ വെച്ച് ചുറ്റുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ വിരലിൽ വെച്ചിട്ട് ചുറ്റുന്നത് തന്നെയാണ്. അപ്പോൾ 2 രീതിയുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ആ രീതി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മളിതാ കെട്ടിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നേരത്തെ ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ കുറച്ച് തിരക്കുകളിലൊക്കെ ആയി പോയതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു 10 മിനിറ്റിൽ പരിപാടി തീരും. അത്രയ്ക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇനി വേറൊന്നുമില്ല, നമ്മളിത് നമ്മുടെ നേരത്തെ കാണിച്ച ഇയർ റിങ്സിലേക്ക് ഇതൊന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി. അത് അതിൻ്റെ ആ ഒരു കൂർത്തിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിലേക്കൂടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് അത് കയറി പോരും. അപ്പോൾ ഞാൻ ഇവിടെ ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ എന്നുള്ളൊരു രീതിയിൽ ഇത് 3 ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ തീമിലാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വേറെ റിബൺസോ അല്ലെങ്കിൽ വേറെ നൂലുകളോ ഉപയോഗിച്ച് നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തിക്കായിട്ട് റിങ്സിൽ ഇപ്പോൾ ഇത്രയും തിക്കായിട്ട് നമ്മൾ നൂല് ആഡ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു കളർ മാത്രം നിങ്ങളുടെ ഡ്രസ്സിന് ചേരുന്ന ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാറ്റൻ റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വീതി കുറഞ്ഞ സാറ്റൻ റിബണാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒരു 60 രൂപയുടെ അകത്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ നമ്മളിതെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഓരോ സാധനങ്ങളായിട്ട് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ ഇത്രയും പൈസ മുടക്കാനുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എളുപ്പം ഇത്തരം ആക്സസറീസ് എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രീൻ കളറിലെ സാറ്റിൻ റിബൺ കുറച്ച് വീതിയുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് മടക്കിയിട്ട് നടുക്ക് പോർഷനിൽ നിന്നൊന്ന് മടക്കിയിട്ട് നമ്മുടെ ആ വീതി കുറഞ്ഞതിൻ്റെ അതേ ഷേപ്പിൽ അതേ വീതിക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നൂല് നമ്മളിങ്ങനെ ഓടിച്ചു കൊടുക്കുമല്ലോ, അതായത് വലുതായിട്ട് തയ്യലോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട, സാധാരണ ഒരു സൂചി നൂല് എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന രീതിയിൽ നൂലൊന്ന് ഓടിച്ചു കൊടുക്കുക. നമ്മൾ ഈ റിബൺ എടുക്കുന്നതിനും അങ്ങനെ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു അളവായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിന് അളവോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല. ഈ രീതിയിലാണ് നമ്മൾ നൂല് ഒടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതൊന്ന് ഒരറ്റത്തുനിന്ന് അടുത്ത അറ്റത്തേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതങ്ങ് ആയി കിട്ടിക്കോളും. നമ്മൾ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. എളുപ്പം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നമ്മൾ കഷ്ടപ്പെട്ട് തുന്നിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന രീതിയിൽ ഒന്ന് നൂല് ഒടിക്കുക, അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക, കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ആർട്ടോ കാര്യങ്ങളോ ഒന്നും അറിയണമെന്നൊന്നുമില്ല. നമ്മൾ കൈവച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ് ഇതെല്ലാം കേട്ടോ.
അപ്പോൾ അതിന് ശേഷം ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയതിനു ശേഷം ഒന്ന് നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് സൂചി നൂല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു അടിവശത്തായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞി ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതും ഞാൻ ഈ പറയുന്ന ഗ്രീന്, വൈറ്റ്, നമ്മുടെ ഓറഞ്ച്, ഈ 3 കളേഴ്സിൽ ഇത് 3 റിബൺ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റും ഓറഞ്ചും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് വീതി കുറവായതുകൊണ്ട് നമ്മൾ മടക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. അത് ഡയറക്റ്റ് ആ ഒരൊറ്റ ഇതിൽ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നൂല് ഓടിച്ചെടുക്കുക, അതിനുശേഷം വലിച്ചെടുത്താൽ മതി. ഗ്രീനിന് കുറച്ച് വീതിയുള്ള റിബൺ ആയതുകൊണ്ടാണ് ആ രീതിയിൽ എടുത്തത്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയ ഈ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുമക്കളുടെയൊക്കെ തലയിൽ കുത്തുന്ന സ്ലൈഡാണ്, പ്ലെയിൻ ആയിട്ടുള്ള സ്ലൈഡാണ്. അപ്പോൾ അതിൽ നമ്മളിത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മാണോ ഉള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ B7000 എടുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ പശയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും ആവണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നമ്മുടെ ഫെവിക്കോൾ വെച്ച് 5 രൂപ കൊടുത്താൽ കിട്ടുന്ന ഫെവിക്കോൾ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് പശയാണോ ഉള്ളത് അത് ഉപയോഗിച്ച് ഇത് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ടൈം ഒട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പശ വെച്ച് വേണമെങ്കിലും ഇത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് 3 സ്ലൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ 2 ഐറ്റംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു വൈറ്റ് തീമിലൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് തലയിലൊക്കെ കുത്തി കൊടുക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു ബോ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ റോസ് കളറിലൊരു റിബണായിരുന്നു ചുറ്റിയിരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ഒരു വൈറ്റ് കളറിലെ റിബൺ ഇവിടെ ചുറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിത് ആ സ്ലൈഡൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിച്ച ആ റിബൺ തന്നെയാണ് ഞാൻ ഇവിടെയും ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോർഷനിൽ മാത്രം നമ്മളൊന്ന് പശ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പശ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സാറ്റിൻ റിബണാണ്, അപ്പോൾ ഒന്ന് ഉരുക്കി വെച്ച് കൊടുത്താലും അതവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നല്ല തിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതൊന്ന് ഇളകിയോ ലൂസായോ ഒന്നും പോകരുത്. ചുറ്റുന്ന സമയത്ത് ഒന്ന് ടൈറ്റാക്കി ചുറ്റിയാൽ മാത്രം മതി. അപ്പോൾ ആ വൈറ്റ് ഇതും കൂടെ നമ്മൾ ചുറ്റി ഞാനിവിടെ എൻ്റെ പോർഷനിൽ കുറച്ച് പശയും കൂടി ഒട്ടിച്ച് അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കണ്ടോ, അതായത് നീറ്റായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്കൂളിൽ നമ്മൾ യൂണിഫോമിൻ്റെ കൂടെയൊക്കെ തലയിൽ കെട്ടുന്ന റിബൺ ഉണ്ടല്ലോ, നോർമൽ നമ്മുടെ റിബണാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 1 മീറ്ററേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് പോർഷനിൽ നമ്മളത് സൂചി നൂല് ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മടക്ക് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ആ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടെയാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ സൂചി നൂല് ഉപയോഗിച്ചാണ് കെട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് കളറിലെ നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. എന്തായാലും ലാസ്റ്റ് നമ്മൾ ഈ നൂലൊന്നും വിസിബിൾ ആവില്ല, ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂല് ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും വരത്തില്ല. കണ്ടോ, നമ്മളിതേ ഒരു ബോയുടെ ഒരു ഷേപ്പിൽ ഇത് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ നമ്മുടെ ബ്ലൂ കളറിലെ വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ നമ്മൾ നേരത്തെ ചുറ്റിയ നൂലൊന്ന് ഇത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഓറഞ്ചും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ ഗ്രീനും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോയിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാതെ നേരിട്ട് ഗമ്മ് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സെയിം കളറിൽ, അതായത് ഓറഞ്ചിന് നമ്മൾ സെയിം കളറിൽ ഓറഞ്ച് സാറ്റിൻ റിബൺ തന്നെ എടുത്തിട്ട് റിബൺ ഉള്ളിൽ കൂടെ വെച്ചിട്ടൊന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ടൈ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ അത് നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും. പശയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഓറഞ്ച് ബോയാണ് അതിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വൈറ്റ് ഗ്രീൻ അങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസ് ഡേ തീമിലാണ് ചെയ്യുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കളേഴ്സാണോ ഉള്ളത്, ഏത് സാറ്റൻ റിബൺ മേടിച്ചാലും നിങ്ങൾക്ക് ഈ സെയിം രീതിയിൽ തന്നെ
ബോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു കുറഞ്ഞ മുതൽ മുടക്കിലാണ് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരു കളർ മാത്രമായിട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 3 കളറും കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് 3ഉം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കളർ, ഇപ്പോൾ വൈറ്റ് മാത്രമോ അല്ലെങ്കിൽ ഗ്രീൻ മാത്രമോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇത് ഏകദേശം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ കണ്ടോ, അത്രയും ചുരുങ്ങിയ സമയത്തിലാണ് നമ്മൾ ഈ 3 ഐറ്റംസും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ ടൈം കൊണ്ടാണ് 3 ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഇട്ടും കൂടെ കാണിച്ചു തരാം. വേറെ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എല്ലാം ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതെല്ലാം ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ പറയുക. ഇപ്പം നമ്മളിപ്പോൾ ഈ ചെയ്തേക്കുന്ന ഇൻഡിപെൻഡൻസ് ഡേ തീമിൽ ഉള്ള എല്ലാ സാധനങ്ങളും തന്നെ നിങ്ങൾക്ക് ഈ കളർ തീം മാറ്റിയിട്ട് വേറെ ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് ഡെയിലി ആണെങ്കിലും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള സപ്പോർട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.